റോസ് കളർ കണ്ടില്ലേ? മഴയത്ത് 10 മണികൾ ചെടിച്ചട്ടിയിൽ നട്ട് തൂക്കിയിടണം. വെയിലുള്ളിടത്ത്. വെയിൽ വേണം, മസ്റ്റാ വെയിൽ വേണം. മഴ സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെടിച്ചട്ടിയിൽ വെള്ളം നിറയണമെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടികൾ ചരിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ? ചെടിച്ചട്ടിയിലാണ് ഇഷ്ടം പോലെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ കണ്ട. ദേ കണ്ടില്ലേ? എല്ലാത്തിന്നും നുള്ളി എടുത്തിട്ട് 2 ദിവസമേ ആയുള്ളൂ. അതെ കണ്ടില്ലേ? നമ്മൾ നുള്ളി മാറ്റണം, നുള്ളി നടണം. 10 മണിച്ചെടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കണ്ടില്ലേ? എന്ത് ഭംഗി നിന്നെ കാണാൻ അല്ലേ? അതെ, ഒറ്റ കളർ വെച്ച് നടണം. ഇങ്ങനെ ഒറ്റ കളർ വെച്ച് ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ പെരുമഴയല്ലേ? എന്ത് ഭംഗി! ദേ ദേ ഇതേപോലുള്ള ചട്ടിയിലൊക്കെ വെച്ചാൽ മതി. കണ്ടില്ലേ? ദേ സൂപ്പറല്ലേ? അപ്പം മഴയാണെന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ വെയിൽ ഉണ്ട്. ഇപ്പം മഴയാണെങ്കിലും പൂക്കൾ ഇഷ്ടം പോലെ. ഇതൊക്കെ ഇപ്പോൾ ഒടിച്ചൂത്തി നട്ടിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. പുതിയ അടീനിയം നട്ട് വെച്ചേക്കാണ്. അതിൻ്റെ കൂട്ടത്തിലൊക്കെ വെറുതെ ഒടിച്ചു വെച്ചതാണ്. ഇതേപോലെയൊക്കെ നമുക്ക് 10 മണിച്ചെടികളെ സംരക്ഷിക്കാം. ഇതിപ്പോൾ കുട്ടയിൽ കുറച്ച് 10 മണി ഒടിച്ചു വെച്ചേക്കാണ്. ഇത് ഇപ്പോൾ അടീനിയത്തിൽ പുതിയ തൈകൾ ഒടിച്ചു വെച്ചതാണ്, ഒടിച്ചു വെച്ചതാണ്. അങ്ങ് ഏറ്റവും വരെ പൂത്ത് കിടക്കണണ്ട. കണ്ടല്ലോ? ഇതൊക്കെ 4 വർഷമായ ചെടികളാണ്. ചെടികളെന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടി. ഇതിൽ നിന്ന് ചെടികൾ ഞാൻ ഇങ്ങനെ ഒടിച്ചുകൊണ്ടിരിക്കും. ഒടിച്ച് മാറ്റി കുത്തി കൊടുക്കും. ഓക്കെ, ഇതൊരു എളുപ്പ വഴി. ഇനി വേറൊരു എളുപ്പ വഴി എന്ന് പറയണത് കണ്ടില്ലേ? ഇത് നമ്മളെ പൈപ്പാണ്. ഇതേപോലെ പൈപ്പിലും നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ? പൈപ്പാണ്. പൈപ്പ് 2ആയിട്ട് കീറിയെടുത്ത് അതിലോട്ട് നമുക്ക് 10 മണി ചെടികളെ നട്ട് മഴക്കാലത്ത് സംരക്ഷിക്കാം. ഇതേപോലെ പൂക്കളിങ്ങനെ വള്ളി നീണ്ട് പൂക്കൾ പിടിച്ച് കിടക്കും. ഇത് ഇനി വിത്ത് പിടിക്കും. അതിൽ ഈ പൂവെല്ലാം കൊഴിഞ്ഞു പോയി വിത്ത് പിടിക്കും. ആ സമയത്ത് നമ്മൾ ഒടിച്ച് മാറ്റി കുത്തിയാൽ മതി. ഇങ്ങനെ താന്നു വരും. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ ഒടിച്ച് കുത്തിയാൽ മതി. എന്നിട്ട് ഈ പഴയ ചട്ടികൾ ഇതേപോലെ തന്നെ കിടക്കും. അതിൻ്റെ അടിയിൽ ഈ തണ്ടുകൾ കേടായി പോവില്ല. അതിൽ തണ്ടുകൾ നല്ലതുപോലെ കിടക്കും. നല്ലതുപോലെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉണക്ക സമയത്ത് നല്ലതുപോലെ വെള്ളവും വളവും കൊടുത്താൽ മതി. ചെടികൾ കേടാവാതെ ഇരിക്കും. കണ്ടില്ലേ? ചെടിച്ചട്ടികൾ ഇട്ടേക്കണതിൻ്റെ രീതി കണ്ട. ഇതിൽ അടീനിയത്തിൻ്റെ വിത്തുകൾ ഞാൻ പാകിയിട്ടുണ്ട്. അപ്പോൾ അടീനിയോ അതിൽ പൊടിച്ച് വരുന്നുണ്ട്, കിളിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒടിച്ച് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇതിൽ നിന്നൊക്കെ ഒടിച്ചെടുത്തതാണ്. കണ്ടില്ലേ? പഴയ ചെടികളാണ് കേട്ടോ അതൊക്കെ. നല്ല കളർ. വെള്ളപ്പൂവിനൊരു പ്രത്യേകത ഉണ്ടല്ലേ? എന്ത് ഭംഗി!
ചോളം പൂ ഇട്ട് തുടങ്ങി. ഇതേ ഫാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ കായുണ്ട്, പൂവുണ്ട്. ഫാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. ഇതേ തേനീച്ചകൾ ഏത് സമയവും ഇവിടെ ഉണ്ട്. ഡബിൾ കളർ. ബ്രൈഡൽ ബൊക്ക. എല്ലാവരും പറയാം മഴയത്ത് പൂ കാണൂലെന്ന്. ഇതാ കണ്ടോ, മഴയാണെങ്കിൽ ഇവിടെ എനിക്ക് പൂവുണ്ട്. ഇതേ നോക്കിക്കേ, എന്തോരം പൂക്കളെന്ന്. വെയിൽ വേണം, തണലാകുമ്പോഴാണ് നമുക്ക് പൂ കിട്ടാത്തത്. എന്തോരം പൂക്കളല്ലേ. ഏ നല്ല മണം. നല്ല വെയിൽ വേണം കേട്ടോ. വെയിലുണ്ടെങ്കിൽ എപ്പോഴും പൂക്കൾ കിട്ടും. പെരുമഴയത്ത് എല്ലാവരും പറയുന്നുണ്ട് പെരുമഴയത്ത് പൂവില്ല, 10 മണി ചെടിയെല്ലാം ഇല്ലാതായിപ്പോയി. കണ്ടില്ലേ, ഇതൊക്കെ 4 വർഷം കഴിഞ്ഞ ചെടിച്ചട്ടികളാണ്. ചെടിയും അങ്ങനെയാണ്. പഴയ നുള്ളി എടുത്തേക്കണണ്ട. ഇടയ്ക്കിടയ്ക്ക് ഈ പൂക്കൾ കഴിയുമ്പോൾ ഇതുപോലെ തണ്ട് മുറ്റുമ്പോൾ കയ്യോടെ നമ്മൾ ആ നുള്ളി എടുക്കണം. നുള്ളിയെടുത്ത് മാറ്റി നടണം. എന്നാലേ നമുക്ക് അതിൻ്റെ പിറകെ പോകണം. ചെടികളുടെ പിറകെ നിന്നാലേ നമുക്ക് പൂക്കൾ കിട്ടുള്ളൂ. ഇതൊരു വെറൈറ്റിയാണ്. ഇതുപോലെ അടുക്കുള്ളതൊക്കെ ചെടിച്ചട്ടിയിൽ നിറച്ചിരിക്കണം. നല്ല ഭംഗിയാണ്. ഇതേ കണ്ടല്ലോ, പൂക്കൾ നിൽക്കണണ്ട. അപ്പോൾ 10 മണി ചെടികളെ എങ്ങനെ സംരക്ഷിക്കാം മനസ്സിലായല്ലോ. വെയിലുള്ളിടത്ത് പ്രത്യേകിച്ചും ടെറസിൻ്റെ മണ്ടയിലൊക്കെ തൂക്കിയിട്ടാൽ മതി. അതിനിടയ്ക്ക് കുഞ്ഞി റോസയും ഉണ്ട്. അവിടെ ഒരു ആമ്പലും ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ 10 മണി പൂക്കൾ എങ്ങനെയുണ്ട്? ഫാഷൻ ഫ്രൂട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പേരയ്ക്ക ഇഷ്ടം പോലെ ഉണ്ട്. ഇതുപോലെയുള്ള ഒറ്റേതലുള്ളതുണ്ട്, പല കളറുണ്ട്. പയറും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പേരയ്ക്ക ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടില്ലേ, തിന്നിട്ടേക്കണുണ്ടോ. ഓല കുത്തിയാണ് പിടിക്കണം. ഇവിടെ ഒരു വലിയ പേരയ്ക്ക നിൽക്കണം, നമുക്ക് പറിക്കാം. ഇതല്ല, അതിൻ്റെ അപ്പുറത്തോട്ട് വരണം നിൽക്കണം. നല്ല വലിപ്പമുള്ള പേരയ്ക്ക. എന്നും വന്നാൽ കിട്ടും, എന്നും വന്ന് നോക്കൂലെന്നേ. വെള്ളപ്പൂ 10 മണി നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നിറച്ച് നിൽക്കുമ്പോൾ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പം മനസ്സിലായല്ലോ. ഇത്രയും കണ്ടിട്ട് ഇത് വീഡിയോ ഫുള്ളാக എല്ലാവരും കാണണം. കണ്ടിട്ട് മനസ്സിലായല്ലോ 10 മണിച്ചെടി. ഇനി ആരും കേടായിപ്പോയെന്ന് പറയരുത്. ഇടയ്ക്ക് ഒടിച്ചൊടിച്ച് മാറ്റി നടണം പൂ കഴിയുമ്പോൾ. അല്ലാതെ നോക്കിക്കൊണ്ടിരിക്കരുത്.
എനിക്കിഷ്ടപ്പെട്ട കളറാണ് കേട്ടോ, ഇളം മഞ്ഞ കളറ്. ഓക്കെ, താങ്ക് യു. ചാലക്കുടിയിൽ നിന്നും ലീലാമണി. ഇനി 10 മണിച്ചെടി ആർക്കും കിളിച്ച് കിട്ടണില്ല, കേടായിപ്പോയി എന്നുള്ള പരാതിയൊന്നും വേണ്ട. ചെടിച്ചട്ടിയിൽ നടുക, കുഞ്ഞു ചട്ടിയിലൊക്കെ മധ്യത്ത് നട്ട് വയ്ക്കുക, നിറച്ച് പിടിച്ചോളൂ, അതിൽ നിറച്ചായിക്കോളൂ. നമ്മൾ നുള്ളി എടുത്താൽ മതി. ഈ പൂ കഴിയുമ്പോൾ നുള്ളി എടുത്തോളണം. എടുത്ത് വേറെ ചട്ടിയിൽ കുറേ അങ്ങ് വയ്ക്കണം. മഴക്കാലത്ത് ചട്ടി ചരിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. പിന്നെ കൃഷിക്ക് കൂടുതലും ചാണകം ഉപയോഗിക്കുക. ഓക്കെ, ചാണകത്തെളിയൊക്കെ ഊറ്റി ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.